ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ തന്നെയാണ്. ഇന്ന് മെയിനായിട്ടും ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടല്ലല്ല, അപ്പം അധികം അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലഞ്ച് പ്രിപ്പറേഷൻ മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിന്. പിന്നെ ഉണ്ടാക്കേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടാ. ഞാൻ അധികവും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ചിലപ്പോൾ ഒന്നും ഇങ്ങനെ വിചാരിക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. എന്നാലും എനിക്കിഷ്ടം ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുന്ന. ഞാൻ ഗ്രീൻ ടീ ആയിട്ടാണ് ഇന്ന് എടുക്കുന്നത്. പിന്നെ വെക്കേഷനെല്ലാം ആയതുകൊണ്ട് തന്നെ കുട്ടികളും ലേറ്റായിട്ടല്ല എണീക്കുക. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇവർക്ക് ഹെവി ആയിട്ടൊന്നും എന്തായാലും വേണ്ടി വരില്ല. അപ്പം ഇന്ന് ബ്രെഡും ഒരു ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ നേന്ത്രപ്പഴം ഉണ്ടേനു. അപ്പം അത് വെച്ചിട്ട് പഴംവാട്ടിയെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടേനു. അപ്പോൾ അതിൽ ഇതുപോലെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അതിങ്ങനെ തേച്ചിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെ കഴിക്കും. എനിക്കിഷ്ടം അത്. ഇനിയിപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കലും അതൊക്കെയാണ് മെയിനായിട്ടുള്ള പണി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാണ്. ഓരോരുത്തരായി എണീച്ച് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എണീക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയും. ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് എണീക്കുന്നുണ്ട്. എണീക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ, അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കി കൊടുക്കലാണ്. ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ട് 1-2 ആഴ്ച ആയി കേട്ടോ. വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ വയനാട്ടിൽ സംഭവിച്ച ദുരന്തം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒരു വയനാട്ടുകാരിയാണെന്നുള്ളത് എൻ്റെ വ്ളോഗ് കാണുന്ന കുറേ പേർക്കെല്ലാം അറിയുന്നുണ്ടാവും. കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ സേഫ് അല്ലേ എന്നെല്ലാം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിനു. ശരിക്കും ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലം നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. 1.5 മണിക്കൂറിൽ കൂടുതലുണ്ട്. ഒരു ഏരിയ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തുതന്നെയായാലും ഈ ഒരു ന്യൂസ് കേട്ടപ്പം ഒരു ഞെട്ടലായിരുന്നു. എനിക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ. നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പം തന്നെ നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനല്ല. പക്ഷെ നേരിട്ട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വയനാടിന് വേണ്ടിയിട്ട്, വയനാട്ടിലുള്ള ഈ ഒരു വിഷമം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എന്തായാലും അറിയാം. എന്നാലും ഞാൻ എൻ്റെ വയനാടിന് വേണ്ടിയിട്ട് ഞാനും പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഈ ഒരു ന്യൂസെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഒന്നിനൊരു മൂഡില്ലേനു. ഒന്നും ഈ വീഡിയോ ഇടാനും എടുക്കാനും ഒന്നിനൊരു ഇതില്ലേനു. എപ്പോഴും ഡെയിലി ന്യൂസ് രാവിലെ തന്നെ എണീച്ച് ന്യൂസ് വെക്കും. ന്യൂസിൽ കാണുന്ന കാഴ്ചകളും എല്ലാം കാണുമ്പോൾ തന്നെ മൊത്തം നമുക്ക് ടെൻഷനാവും. ഞാൻ പൊതുവേ ടെൻഷൻ്റെ പീക്കിലുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസെല്ലാം കേട്ടാൽ കൂടുതൽ ടെൻഷനാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ എഗ് സാൻഡ്വിച്ച് ആക്കുന്നതിൻ്റെ ഒരു ഈസി വേർഷനാട്ടാ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് എഗ് വൈറ്റും യോക്കും മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ആക്കൂലേ, അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് 2 സാൻഡ്വിച്ചിലേക്കാണ്. പിന്നെ ഒരുമിച്ചിട്ട് കൊടുക്കും. പിന്നെ ഇവിടെ കുരുമുളകും ചില്ലി ഫ്ലേക്സൊന്നും കുട്ടിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ചീസും കുറച്ച് ചില്ലി മയോണൈസ് ഉണ്ടല്ലോ, അതും കൂടിയാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ബട്ടറാക്കി കൊടുക്കും. ബട്ടറിൽ ആ ഒരു ബ്രെഡ് റെഡിയാകുന്ന സമയത്ത് നല്ല ടേസ്റ്റാട്ടോ. ആ ചെറിയ ക്രിസ്പോട് കൂടെ വരുമ്പോൾ പിന്നെ ഇവിടെ ഒരാൾക്ക് കെച്ചപ്പ് ഇഷ്ടമാണ്, ഒരാൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സാൻഡ്വിച്ചിൽ കെച്ചപ്പ് മിക്സ് ചെയ്യുന്നുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബാക്കി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിനെ. ഇനിയിപ്പോൾ നേരെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കല. ഇന്നിപ്പോൾ ലഞ്ചിൻ്റെ ആ ഒരു വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങീന്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മെഴുക്ക് വരട്ടിയും പിന്നെ വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ അതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കലാട്ടോ. മോര് കറിയുന്നതിനു ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പം ഫ്രിഡ്ജിൽ നോക്കുന്ന സമയത്ത് ഇന്നലത്തെ പരിപ്പ് കറിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും അതിൽ കുറച്ച് ചീര ഇട്ടിട്ട് കറിയാക്കി എടുക്കാമെന്ന്. ഞാൻ അധികവും ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ചീര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചീര ഉപ്പേരി എപ്പോൾ വെക്കുമ്പോൾ ഇനിയിപ്പോൾ കറിയിലേക്ക് മിക്സ് ചെയ്യാനാണെങ്കിലും എല്ലാം ഞാൻ വറവിടൽ വെളുത്തുള്ളി വെച്ചിട്ടാണ്. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കേട്ടോ. ചീരയിലേക്കും വേണം, പിന്നെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിലേക്കും വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചീര ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. സിമ്പിളാട്ടോ റെഡിയാക്കാൻ. പച്ചച്ചീരയും ഈ ഒരു ചീരയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിന്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ഇത് ചീരയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ചീര ഇപ്പോൾ കറിയിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്ന പോലെ നേരി അങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വെണ്ടക്ക കട്ട് ചെയ്യാനുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഫാത്തിമാക്ക് കൊടുത്തിനേനു കട്ട് ചെയ്യാൻ. ഇടയ്ക്ക് കുട്ടികൾ വന്നിട്ട് ഇതുപോലെയുള്ള കട്ടിങ് പരിപാടികളൊക്കെ ചിലപ്പോൾ ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ ഞാൻ ദുവാക്കും കൊടുത്തിന്. ഞാൻ പീൽ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്ത് ബാക്കി ചെറുതായിട്ട് ഓള് കട്ട് ചെയ്ത് തരും. അതിൻ്റെ ഇടയിൽ തന്നെ അതാ ചീര ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. പിന്നെ പരിപ്പ് കറി ഉള്ളതുകൊണ്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു പരിപ്പ് കറിയും കൂടെ ചീരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കരിയാണ്ട് നോക്കണം, അപ്പം ഫ്ലേവറും ടേസ്റ്റും എല്ലാം അങ്ങ് മാറിപ്പോവും. പിന്നെ കുറച്ച് കറിവേപ്പില, ചില്ലി ഫ്ലേക്സ്, ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം നമ്മൾ ഇങ്ങനെ തന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഒരുവിധം കുട്ടികൾക്കെല്ലാം ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുവെല്ലാം ചോറിൻ്റെ കൂടി ഇത് മാത്രം കഴിക്കൽ, വേറെ കറിയൊന്നും വയ്ക്കില്ല, ഇത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ.
ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസിൽ ഒന്നാട്ടാ വെണ്ടക്ക. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കും. പിന്നെ അത് റെഡിയായി വരുമ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക കുറഞ്ഞു വരുമല്ലോ. വെണ്ടക്ക വല്ലാണ്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു സ്ലൈമി പോലത്തത് കുറച്ച് കൂടുതൽ വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ അധികം ആക്കില്ല. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല. പിന്നെ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് സമയം ഇങ്ങനെ സിമ്മിൽ വെച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കല. പിന്നെ ഇതിങ്ങനെ സ്ലൈമി പോലെ ആവാണ്ടിരിക്കാൻ ലേശം ഒരു 1/2 ടീസ്പൂണൊക്കെ വിനേഗർ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കും. പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയിൽ ആക്കിയെടുക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ഒന്നില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ജസ്റ്റ് ഒന്ന് ഇടും. പിന്നെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടും അതും ലേശം. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ, എന്നാൽ അങ്ങനെ വല്ലാണ്ടായിട്ട് ഫ്രൈ ആവുമൊന്നുമില്ല. ഒന്നിങ്ങനെ നമ്മൾ ഉപ്പേരി എന്നാട്ടോ പറയാം, ഉപ്പേരി ആക്കി എടുക്കും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ മീൻ പൊരിക്കാനുള്ള പാനും അടുപ്പത്തേക്ക് വെച്ചിന്. കുറേ നാൾ കൂടിയിട്ട് മത്തി കിട്ടിയതാട്ടാ. ഇത് ഒമാൻ്റെ മത്തിയാണ്. ഞാൻ ബലദി പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം വലുതും അല്ല തീരെ ചെറുതും അല്ല, ആ ഒരു സൈസിൽ. അപ്പോൾ ഇന്ന് മത്തിയെ ഫ്രൈ ആക്കുന്നത്. ഞാൻ ഇതിലിപ്പം കുറച്ച് മുളക് പൊടി ഇട്ടിന്, ബാക്കി കുരുമുളക് പൊടി കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു കളറില്ലാത്ത. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മെഴുക്ക് വരട്ടിയും കൂടെ റെഡി ആയിനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈസ്കോ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഓഫീസിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾ കൊണ്ടു കൊടുത്തിയ ഒരു ചക്ക, അവർ ബംഗ്ലാദേശ് അവിടെയാണ്. അപ്പം നല്ല അടിപൊളി ചക്ക കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ കാണുന്നതിലും ഭയങ്കര ചെറുതാട്ടോ. അതുപോലെ തന്നെ കളറും ചെറിയ വ്യത്യാസമുണ്ട്. നല്ല മധുരമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ചക്ക ഞാൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നതും. പിന്നെ ഇതുപോലെ അതിൻ്റെ ആ നടുക്കുള്ള സാധനമില്ലേ, അതിങ്ങനെ കയ്യും കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റുന്നുണ്ടേനു. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കല. ഒരു മിനിറ്റ്, ഇത് മറ്റേ അയനി ചക്ക പോലത്തെ ചക്കയാന്ന് തോന്നുന്നു. ചെറിയ ചക്കയാണ്, പക്ഷെ നല്ലോണം ഉള്ളിൽ നല്ല ചുളയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ലാവശ്യം. ഇവിടെ റൈസ്ക, ആയിഷ, ഫാത്തിമ ഇവർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലുലു എന്നാന്ന് തോന്നുന്നുണ്ട് ഒരു ചക്കേൻ്റെ ഒരു പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിന്നലുണ്ടാവില്ല. ഇത് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കല കേട്ടോ. വെറുതെ ടി വിയിൽ കണ്ട മൂവിയെല്ലാം കണ്ടിട്ട് അങ്ങനെ. ഇനിയിപ്പം പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് നല്ല ചൂടല്ലേ, ഇടയ്ക്ക് ഇതുപോലെ കുട്ടികളുടെ കൂടെ കളിക്കാൻ കൂടും. കൊല്ലാൻ സമയായി. നീ ഇറങ്ങിയില്ല, ഞാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും ഇതുപോലെ കൊല്ലാൻ
ഇന്നിപ്പോൾ വൈകുന്നേരം കുട്ടിയൊക്കെ കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചക്ക ഉണ്ടല്ലോ അപ്പോൾ അത് മതിയെന്ന്. ആഹിലും ദോയും ബിസ്ക്കറ്റേനു കഴിച്ചിന്. ഞാനും ഒരു ഗ്രീൻ ടീ എടുത്തിന്. പിന്നെ കുറച്ച് നേരം മൂവിയെല്ലാം കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ മഗ്‌രിബെല്ലായി. അത് കഴിഞ്ഞേരം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിനേനു. കുറേ ആയി ഒന്ന് പുറത്തെല്ലാം പോയിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മളൊന്ന് DFC ഐക്യ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാമെന്ന്. ഇതിപ്പോൾ ഐക്യേൻ്റെ ആ ഒരു സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തതിന്. എന്നിട്ട് നമ്മൾ നേരെ ആ വഴി ഐക്യ കയറിയിട്ടില്ല കേട്ടോ, നേരെ DFCയിലേക്കാണ് വന്നിന്. അവിടുന്ന് പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് കിട്ടുന്ന കുറച്ച് ഷോപ്പുകളുണ്ടല്ലോ, ബോഡി ഷോപ്പ്, ഫേസ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഗോൾഡ് ആപ്പിൾ ഉണ്ട് താഴത്ത്. അപ്പം അവിടെയെല്ലാം ഒന്ന് കയറിനേനു. അവിടുത്തെ ഫേസ് പാക്കെല്ലാം നല്ല കേട്ടോ. അപ്പം അവിടെയെല്ലാം കയറി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവും. പിന്നെ ആഹിലും ഇതുവയും അവർക്ക് ഇഷ്ടപ്പെട്ട ബോർഡേഴ്സ് ലെഗോ ഷോപ്പിലുണ്ടല്ലോ അവരവിടെയും പോയി. ഇതിപ്പോൾ നമ്മൾ ഐക്യേൻ്റെ ഫുഡ് കോർട്ടിൽ വന്നിട്ടാട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് എടുക്കാനും ഇങ്ങനെ ചൂസ് ചെയ്യാനെല്ലാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല പുറത്തിറങ്ങിയാൽ അറിയാമല്ലോ കുട്ടികൾക്ക് വിശപ്പ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. നമ്മൾ പിന്നെ സാലഡും ഹുമൂസെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ അതേനും എടുത്തിന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ നിർത്തുന്ന. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് കാണാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.